സങ്കീർത്തനം 23 അധ്യായത്തിൻ്റെ 1 വാക്യം, യഹോവ എൻ്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകയില്ല. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരാൾ നടത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നടത്താൻ ഏറ്റവും നല്ല വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഒരാൾ ഇടപെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷയം ഒരാൾ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ വിഷയത്തിൽ ഇടപെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. യേശുവാണ് നിങ്ങളുടെ ഏതു പ്രശ്നത്തിനും പരിഹാരം തരാൻ ഉചിതമായ വ്യക്തി. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 23 സങ്കീർത്തനം. പ്രിയരെ, ദാവീദ് ഒരു ഇടയനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഇടയനായിരുന്ന ദാവീദ് തൻ്റെ കീഴിലുള്ള ആടുകളെ എങ്ങനെയാണ് പരിപാലിച്ചിരുന്നതെന്ന് നല്ല ബോധ്യം ദാവീദിനുണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ ദൈവമായ യഹോവയെ ഒരു ഇടയൻ എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. സ്തോത്രം. യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറയുമ്പോൾ ദാവീദും തൻ്റെ ആടുകൾക്ക് ഒന്നിനും മുട്ടുവരുത്തിയിരുന്നില്ല. സ്തോത്രം. തൻ്റെ കീഴിലുള്ള ആടുകൾക്ക് ആവശ്യങ്ങൾക്ക് ദാവീദ് എന്ന ഇടയൻ മതിയായവനായിരുന്നു. തൻ്റെ കീഴിലുള്ള ആടുകളെ പരിചരിക്കുന്നതിൽ, തൻ്റെ കീഴിലുള്ള ആടുകൾക്ക് സ്വസ്ഥത കൊടുക്കുന്നതിൽ ദാവീദ് യാതൊരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ആടുകളെ വളർത്തിയ, ആടുകളെ പരിപാലിച്ച, തൻ്റെ കീഴിലുള്ള ആടുകളെ സംരക്ഷിച്ച അനുഭവം വെച്ചുകൊണ്ട് തൻ്റെ ദൈവമായ യഹോവയെ ഇടയനെന്ന് അവതരിപ്പിക്കുമ്പോൾ ദാവീദിനൊരു കാര്യം അറിയാം: എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം കൃത്യസമയത്ത് എനിക്ക് നൽകി എന്നെ പരിപാലിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. വേദപുസ്തകം യേശുവിനെ വെളിപ്പെടുത്തുന്നത് നല്ല ഇടയൻ എന്നാണ്. നല്ല ഇടയൻ്റെ പ്രത്യേകത, ശത്രു വരുമ്പോൾ ഇട്ടിട്ടു പോകത്തില്ല. നല്ല ഇടയൻ്റെ പ്രത്യേകത, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ മറച്ച് വിടുവിക്കുന്ന ഇടയനാണ് നല്ല ഇടയൻ. ഇന്ന് ഈ പകൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായും അതിനേറ്റവും അനുയോജ്യനായ, വിശ്വസ്തനായ, ഏറ്റവും നല്ല ചോയ്സ് യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ ഒരാൾ ഇടപെടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ വിഷയം ഇടപെട്ട് ഒന്ന് പരിഹരിച്ചിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അത് പരിഹരിച്ചു തരും. നിങ്ങളുടെ ലൈഫിലെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ആരുമായി ബന്ധപ്പെട്ട വിഷയമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ദൈവം ശക്തനായ ദൈവമാണ്. യഹോവ എൻ്റെ ഇടയനാകും, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. ആ സങ്കീർത്തനത്തിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളുണ്ട്. അതൊന്നും ഇത്തരണത്തിൽ ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, നിങ്ങൾക്ക് സാഹചര്യം എത്ര കലുഷിതമാണെന്ന് തോന്നിയാലും ആ സാഹചര്യത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ഉറപ്പോടെ ഈ ദിവസങ്ങളിൽ മുന്നേറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.